ടെൻ്റ് കഴിക്കാമല്ലടാ? അയച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്ന് ഗുജറാത്ത് കയറണം. ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഡിയോ സഞ്ചാരി. അപ്പോൾ നമ്മളിതാ ടെൻ്റൊക്കെ അയച്ച് പോവാണ്. അന്ന് ഈ വീഡിയോ കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായി. അപ്പോൾ അപ്പോഴൊരു ഇൻട്രോ ഒക്കെ കൊടുത്തിട്ട് നല്ല സെറ്റപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അത് നീ അറിയണ്ടെന്ന് എഴുതി ഞാൻ എടുക്കാൻ വന്നതാണ്. നീ കണ്ടു ബാക്കില്ല, മറ്റേ ഡിസ്പ്ലേ ഓണാണ്. ഇത് ഓണാണോ? അപ്പോൾ ഗൈസ് നമ്മളിതാ ടെൻ്റൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. അതായത് ഇവിടുന്ന് മാറുവാണ്. ഓക്കെ, കേട്ടോ. പരിപാടി എന്താ പരിപാടി? ഹെൽമെറ്റ് ഒക്കെ മൗണ്ട് ചെയ്തല്ലോ. പിന്നെ സെറ്റല്ലേ? പൊളിച്ചു. കൊള്ളാവോ? നീ കണ്ണാടി നോക്കി. ഹലോ ഗൈസ്, ഇതാ കാണുന്നതാണ് നമ്മള്. കൊള്ളാം കൊള്ളാം. ആ, ഇതാകുമ്പോ എല്ലാ വിഷയിലും കിട്ടും. എടാ ഇത് ചെയ്യാൻ പറ്റോ? അങ്ങനെ ചിരിക്കാൻ പറ്റോ? അതെ, തലരിച്ചാൽ മതി. തലരിച്ചാൽ മതിയോ? ആ, പിന്നല്ലാണ്ട് റിമോട്ട് കൺട്രോളൊന്നും അല്ല കുഴപ്പമില്ല. അല്ല, തിരിക്കാണെങ്കിൽ എനിക്ക് ബാക്കിൽ നിന്ന് തിരിയാലോ. ഇടത്തേക്ക് പ്രത്യേകം തിരിക്കും കേട്ടോ. ഒടിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തു. പിന്നെ കുറേ കണക്ടർ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നാണ് മൗണ്ട് ചെയ്തത്. കാരണം നല്ല ലോഡുള്ളതുകൊണ്ട് ആശാന് ക്യാമറ കയ്യിൽ പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വലിയൊരു മറ്റേന്താ ആ തുണി, ആ പുതപ്പില്ലേ, ആ ചുരുട്ടി അവൻ്റെ കൈ കൊടുത്തേക്കാം. ഇല്ല, സുഖം കിടക്കാനുണ്ട്. അതില്ലെങ്കിൽ ഇവിടെ തണുത്ത് വെച്ച് കിടന്നേ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തു. നമുക്കിനി വഴിയോര കാഴ്ചകൾ, വഴിയിലെ കാഴ്ചകൾ, വഴിക്കാഴ്ചകൾ നല്ലപോലെ കാണാൻ വേണ്ടിയിട്ട് ഈ കാണുന്നവിടെ നമ്മുടെ സുഹൃത്ത്, നമ്മൾ എത്ര നാൾ ഇവിടെ ഹോസ്റ്റ് ചെയ്ത ആളാണത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇവിടെ എന്താ പറയുക, ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. ഇവിടെ അതിൻ്റെ സൈഡിൽ ടെൻ്റൊക്കെ കഴിച്ച് താമസിച്ചത് ഇവിടെയാണ്. എന്തായാലും വീണ്ടും വരുമ്പം ഇവിടെ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ, ചാലു ഹാപ്പി. Next time when we come, we will. Oh yeah. അപ്പോൾ നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാം. ഓക്കെ, see you. Bro, next time. Welcome a Kavi view. Yes. We will come again. അപ്പോൾ നമ്മുടെ അസ്ലം ഭയ്യ നമ്മളെ യാത്രയാക്കിയതാ അയച്ചിട്ടുണ്ട്. എടാ കണ്ടു മൊത്തം പൊടിയല്ലേ. നമ്മളേ ചായ കുടിച്ചിട്ടേ ഒരു പൈസ എന്ത് ചെയ്ത് വാങ്ങിക്കില്ല. ആ, ഈ രാജസ്ഥാനികളുടെ ഒരു പ്രത്യേകത അത്. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിത് ഒഫീഷ്യലായിട്ട് ഗുജറാത്തിൻ്റെ ബോർഡറിലേക്ക്, അതായത് ഗുജറാത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്കിലായിരുന്നു ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗുജറാത്തിലെ കാഴ്ചകൾ കേട്ടോ. രാജസ്ഥാൻ തൽക്കാലം വിട പറയുകയാണ്. കാരണം നമുക്ക് അതിർത്തി പോയിട്ട് തിരിച്ച് രാജസ്ഥാനിലേക്ക് വരാനുണ്ട്. വീണ്ടും കൂടെ തന്നെ അതിർത്തികൾ നമുക്ക് പോകണം. അപ്പം നമ്മളിപ്പോൾ ഇതാ ഗുജറാത്തിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഏതാ സവാളയൊക്കെയാ? സവാളയൊക്കെയാ? നമ്മളിപ്പോ ഒരു റോഡിന്റെ സൈഡിൽ നിന്നാട്ടോ പാചകം ചെയ്യണേ. ചട്ടിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ടല്ലോ. ആ, ആയിട്ട് കിട്ടും. അങ്ങോട്ട് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം.
പൊടിയുടെ പൊടി ഇപ്പോൾ ഇടണം. ആദ്യം വെള്ളം ഒഴിക്കണേ ആണോ? കേട്ടോ? കേട്ടില്ല കെട്ടിങ് ഇങ്ങനെയല്ല സൗണ്ട് തന്നെ. ഗൈസ് ഇത് വീഡിയോ കാണിക്കാതിരുന്നത് രണ്ടുപേരും വട്ടം പിടിച്ചേക്കുമായിരുന്നു കെട്ടുപോകാണ്ടിരിക്കാനായിട്ട്. അതുകൊണ്ടാണ് വീഡിയോ കാണിക്കാതിരുന്നത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പുമാവ് ആയി വരുന്നു. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ആ ഓക്കെ. സെറ്റപ്പ് ഒന്നും ഇല്ല, എന്നാലും നമുക്ക് കഴിക്കാലോടാ. കഴിക്കാനുണ്ടോ കൂടെ? എന്നുണ്ട്? കൊള്ളാമോ? അതാണോ പറയണതല്ല, നല്ല കേട്ടോ. അവനുണ്ടാക്കിക്കൊണ്ട് പറയണതല്ല. അല്ലാതെ പോണുന്നടാ. കഴിച്ചോ? ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കിയതാ കഴിഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ടോ, കാരണം ഇത് കാറ്റ് കാരണം എപ്പോഴും കെട്ട് കൊടുക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കാരണം ഇനി നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് യാത്ര കിടപ്പുണ്ട്, റോഡ് യാത്ര. ഞാൻ കഴിച്ചോ? ഇപ്പോൾ നമ്മുടെ ആഹാരമൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ യാത്ര നമ്മൾ പുനരാരംഭിക്കും കേട്ടോ. സംഭവം അറിയോ? വിൻമില്ല് അതിൻ്റെ ലീഫത്. ടർബൈനൊക്കെ കറക്കി കറണ്ടപ്പില്ലേ, അതാണ് ലീഫ്. നമ്മളിതാ ഓൺ ദ വേ കുറച്ച് വെള്ളം കുടിക്കാനും ചായ കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തിയതാണ്. വലിയ സെറ്റപ്പുള്ള സ്ഥലങ്ങളൊന്നുമല്ല, എന്നാലും കാണാൻ ഭയങ്കര വരണ്ട് കിടക്കുന്നല്ലോടാ. അതേ എടുത്തിട്ടുണ്ടല്ലോ. ഇട്ടിപ്പിടൂ, ആശാൻ്റെ കൂട്ടുകാരനാ. ഇത്തം തന്നെ ആശാൻ്റെ അടുത്തായിരുന്നു. എന്തായാലും നമുക്ക് യാത്ര തിരിക്കാം. വെള്ളം ഒരു കുപ്പി പോരാ, എന്നാലും ജസ്റ്റ് ഒന്ന് വയർ നനയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇന്ത്യ പാക് ബോർഡർ ഉള്ളല്ലേ? നടാബേറ്റ്. So let's go Nadabet. Guys, ആശ വണ്ടി ഓടിക്കുന്നുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. നല്ല സുഖടാ. ഇവിടെ ഈ ചാരി ഇരിക്കുമ്പോണ്ടല്ലോ മോനെ എന്റെ സെറ്റിങ്ങാ. അങ്ങോട്ട് നീ എന്താ പറഞ്ഞ ഇരിപ്പ് ശരിയാവണില്ല. ഇരിപ്പ് ശരിയാവാത്ത വേറൊന്നല്ല, അതല്ലേ ഉള്ളു, വേറെ വിഷയമൊന്നുമില്ലല്ലോ. ഇവിടെ ഞാൻ ഓടിക്കുന്നറിയോ? ഇത്ര സ്പേസേ ഉള്ളൂ ഈ സാമാനത്തെ കയറി ഇരിക്കുന്നേ. എത്ര കിലോമീറ്റർ ഓടി നമ്മളങ്ങനെ? അതാണ്. എന്നിട്ട് കാലിതാ മുട്ട് ഇവിടെ വരും. മുട്ട് ജസ്റ്റ് കാലിതാ ഇത്തല് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അങ്ങനെ ഇരിക്കാൻ പറ്റും. പറ്റുന്നുള്ളൂ. അങ്ങനെ ഇരിക്കാൻ പറ്റും, പറ്റുന്നുള്ളൂ. എന്തായാലും വണ്ടി ഓടിക്കുന്നത് എനിക്ക് വല്ല ബുദ്ധിമുട്ടൊന്നുമല്ല, എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മൾ ഓടിച്ചോളും, അങ്ങ് പൊക്കോളും. ആ ഓടിക്കുന്ന ആ ഒരു കാഴ്ചകളും ഒക്കെ നമ്മൾ ആസ്വദിച്ച് എന്തായാലും എങ്ങനെയായാലും നമ്മൾ നമ്മുടെ ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആ ലക്ഷ്യം കാണുന്നിടം വരെ ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടിയായാലും ഞാൻ വണ്ടി ഓടിക്കും. എത്ര ബുദ്ധിമുട്ടിയാലും ആശ പുറകിരിക്കുകയും ചെയ്യും അല്ലേ? കാരണം ഞാൻ ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ പുറകെ കയറിയേക്കുന്നത് അവനാ. ഏറ്റവും കൂടുതൽ ഞാൻ എവിടെയും കൊണ്ടുപോയിക്കുന്നത് അതും അവനെയാ. പിന്നെ വേറെ ആർക്കെങ്കിലും ഇത്രയും വിശ്വസിച്ച് ഓടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അതും ഇവനാ. പിന്നെ മനുണ്ട് കേട്ടോ,
മരുന്നും കൊടുത്തിട്ടുണ്ട് ഓടിക്കാനായിട്ട്. അവൻ എനിക്ക് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതാ നമ്മുടെ യാത്ര. അതുപോലെ തന്നെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സാധാരണ ഒരു വണ്ടി കൊടുക്കാൻ ആര് അച്ഛൻ. ആ പക്ഷെ നിനക്കെന്തോ വണ്ടി വെച്ചപ്പോൾ തന്നെ തരും. എന്താണെന്ന് അറിയാൻ പാടില്ല. ഞാൻ ഭയങ്കര സ്കിൽ ഡ്രൈവർ ആയതുകൊണ്ടാണോ നോ ഐഡിയ. എന്തായാലും നമ്മുടെ യാത്ര വീണ്ടും പുനരാരംഭിക്കുകയാണ്. വീണു. വള്ളി 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 കുഴപ്പമില്ല, അടുത്തെടുത്തോ. അത് കഴിഞ്ഞിട്ട് വന്ന് ഈ മുൾച്ചെടിയിലേക്ക് വന്ന് കയറി നോക്കടാ. ഇവിടെ ഒരു മേത്തുമല്ലോ, കീറിടുമല്ലോ. ഓക്കേ, ഉണ്ടില്ലേ ജാക്കറ്റ് വലിയ വലിയ നോക്കി. കുഴപ്പമില്ല കുഴപ്പമില്ലോ. ഞാൻ കുറേ തവണ യാത്ര പുരോഗമിക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പോടറൊക്കെ വർത്താൻ പറഞ്ഞിക്കാണ്ട് ഞങ്ങൾ സ്ഥലത്തേക്ക് പോടാന്ന് പറയും. എൻ്റെ പൊന്നെ, എന്താ വിമാനമാണോ പോയത്? ഒക്കെ പറക്കണോ ഇവിടെ? കുറച്ച് മിനിറ്റ് കാറ് പോയതാ. അവിടെ കടന്ന് പോയി കഴിഞ്ഞാൽ അറിഞ്ഞത്. ആ വണ്ടി എടുത്തോ. मंदिर कैसे जगह? 1 किलोमीटर। എന്തായിടാ? എന്തായി? അവിടെ പോയി ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പുറത്തേക്ക് പോകണം. ആ വണ്ടി കൊണ്ട് പോവാം. സെറ്റായോ? എവിടെയാ എവിടെയാ പറയാം. നമ്മുടെ ഇവിടെ നടാബേട്ടിൽ ഒരു മന്ദിർ അമ്പലം. അപ്പോൾ ആ അമ്പലത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെയാണ് റൂം എടുത്തേക്കുന്നത്. 2 പേർക്ക് ഒരു നൈറ്റ് താമസിക്കാൻ 200 രൂപ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ഉണ്ടാവുന്നായിരുന്നു, എന്നാലും കുഴപ്പമില്ല. റൂം കിട്ടി. ഇത് പറഞ്ഞത് എവിടെ എങ്ങാണ്ട് ഫ്രണ്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞേ. പോയി തപ്പി പിടിക്കട്ടെ എവിടെയാന്ന്. 8 അതാണോ അമ്പലം? ആ പോയി 7 8 എവിടെയാ? ആ ഇനി ഇവിടേക്കൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവരെ വിളിക്കുന്ന നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം നെറ്റ് കിട്ടത്തില്ല. ഓ, നിങ്ങൾക്ക് 200 രൂപയ്ക്ക് റൂം കിട്ടും. കൊള്ളാം. നീ ഇപ്പോൾ വരുന്നതാണെങ്കിൽ അത് നടാബേട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി, റൂം കിട്ടും. റൂമിലേക്ക് പോവാം. റൂം പോയി നോക്കാം. 200 രൂപയ്ക്കുള്ളത് ഉണ്ടാവും. 200 രൂപയ്ക്ക് ഇവിടെ താമസിക്കാൻ പറഞ്ഞാൽ ലാഭട്ടോ. മൂന്ന് വീടുണ്ട്. ആ കൊള്ളാം. കിലോമീറ്റർ പറഞ്ഞിട്ട് വേണം. ഓക്കെ, 2 ഫാൻ കിട്ടും, 2 ബാത്റൂമുണ്ട്. പിന്നെ ഇതാ ബെഡ്, ചാർജിങ് ചെയ്യാണ്ട് പ്ലഗ് പോയിന്റ് ഉണ്ട്. ലൈറ്റ് രൂപ വർക്കിംഗ് ആണ് നോക്കട്ടെ. ഓക്കെ, ലൈറ്റ് വർക്കിംഗ് എത്ര മട്ടൊക്കെ മതി. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ റൂം. മറ്റേ ഡെറ്റോൾ എന്താ സംഭവം ഉപയോഗിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. വേറെ വൃത്തികളൊന്നുമില്ല. നല്ല സ്മെല്ല്.
ബാത്റൂം കൊള്ളാമോ? ഇതുപോലെ പുതിയ ബിൽഡിംഗ് ആണോ? അപ്പം മറ്റേ അതിൻ്റെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞിട്ടില്ല. അത്യാവശ്യം നമുക്ക് കിട്ടിയാൽ ഒരുപാടൊന്നും ലക്ഷറി വേണമെന്നൊന്നുമില്ല. നമുക്ക് ഒന്ന് കിടന്നുറങ്ങാനുള്ള സ്ഥലം. ഇവൻ ചെറുതല്ല, മറ്റേ കട്ടിയുള്ള ബ്ലാങ്കറ്റും ചെറിയ പുതപ്പും കിട്ടും. തലയണ വിത്ത് ചെറിയ ബെഡ്. സംഭവം കൊള്ളാം. 200 രൂപയ്ക്ക് ഒരു നഷ്ടമില്ല. അപ്പോൾ ഗൈസ് നമ്മളിതാ നടാബേട്ടിൽ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈകിട്ട് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് പോയാൽ ശരിയാവില്ല. കാരണം അവിടുത്തെ കാഴ്ച, അതായത് അതിർത്തിയിലെ കാഴ്ചകൾ നമുക്ക് നല്ലപോലെ കാണണ്ടേ. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കണം, നല്ല വെട്ടം വേണം. പിന്നെ അതുമല്ല, നാളെ അതിർത്തിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ വണ്ടി കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, അത് ചോദിച്ചു നോക്കണം. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ മിക്കവാറും. ബസ്സൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ നോക്കണം. പിന്നെ മാത്രമല്ല, സുയിഗാമിലേക്ക് തിരിച്ചു പോകാനുള്ള പെട്രോള് കഷ്ടിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെ വണ്ടിക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സുയിഗാമിൽ പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് വേണം തിരിച്ച് നടാബേട്ടിലേക്ക് വരാനായിട്ട്. എന്നിട്ട് വേണം നമുക്ക് അതിർത്തിയിലേക്ക് പോകാൻ. ഇന്തോ പാക് അതിർത്തി. ആശാനെ, വെടിയുണ്ടകൾ ചീറിപ്പായുന്ന അതിർത്തി. അതല്ലടാ, ഇപ്പം എന്താ പരിപാടി? ഇനിയിപ്പോൾ ഒന്നുമില്ല, വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുത്തോണ്ടില്ല. വണ്ടി ഇങ്ങോട്ട് കയറ്റാമല്ലേ? വണ്ടി ഇങ്ങോട്ട് കയറ്റാൻ തോന്നുന്നു. ഗ്യാപ്പ് അവിടെ നോക്കട്ടെ, വണ്ടി കയറ്റി വെക്കാം നമുക്ക്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ വീഡിയോകൾ തുടരുന്നുണ്ട്. ഇന്നത്തെ മാത്രം ഇവിടെ അവസാനിക്കുന്നു. അപ്പം എൻ്റെ കൂടെ ആശാനുമുണ്ട്, ഞാനുമുണ്ട്, നിങ്ങളും ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എങ്ങനെ അടുത്ത വീഡിയോ കാണാം? വെടിയുണ്ടകൾ പായുന്നു. അതിർത്തി വെടി പൊക്ക, അതിർത്തി പട്ടാളം, ആർമി, വെടി പൊക്ക. അപ്പോൾ ഗൈസ്, വീണ്ടും കാണാം. ബൈ.